نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم فأما من أوتي كتابه بيمينه فسوف يحاسب حسابا يسيرا وينقلب إلى أهله مسرورا وأما من أوتي كتابه وراء ظهره فسوف يدعو ثبورا ويصلى سعيرا إنه كان في أهله مسرورا إنه ظن أن لن يحور بلى إن ربه كان به بصيرا صدق الله العظيم إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സത്യവിശ്വാസികളായ സഹോദര സഹോദരിമാരെ, റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്ത സന്മാർഗത്തിൽ ജീവിച്ച് മരിക്കാൻ ശ്രമിക്കണമെന്ന് അല്ലാഹുവിൻ്റെ പ്രമാണങ്ങളും പ്രവാചകന്റെ സുഭാഷിതങ്ങളും മുമ്പിൽ വെച്ചുകൊണ്ട് ദൈനംദിന ജീവിതത്തിൽ പരമാവധി സൂക്ഷ്മതയോടെ മുന്നോട്ടു പോകണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും പ്രത്യേകമായി വസിയ്യത്ത് ചെയ്യുന്നു, ഉത്ബോധിപ്പിക്കുന്നു. കാരുണ്യത്തിൻ്റെ മഹാനിറകുടമായ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഏവരെയും നമ്മുടെ ജീവിതങ്ങളെയും പ്രത്യേകം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൻ്റെ ഇസ്ലാമീകരണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് കഴിഞ്ഞ 1-2 ആഴ്ചകളായി നാം ചർച്ച ചെയ്യുന്നത്. കുടുംബം എന്ന മഹത്തായ പ്രാചീനമായ അതുല്യമായ സ്ഥാപനം, നമ്മൾ ഓരോരുത്തരും പങ്കാളികളായ, നമ്മളിൽ പലരും നായകരായ കുടുംബം, ആ കുടുംബങ്ങളെ റബ്ബിന് പൊരുത്തപ്പെട്ട രീതിയിൽ എങ്ങനെ ചിട്ടപ്പെടുത്തണം എന്നതിനെ സംബന്ധിച്ചുള്ള ചില സൂചനകളാണ് നാം ചർച്ച ചെയ്തത്. തീർച്ചയായും ഒന്നാമത്തെ ചുവടുവെപ്പ് അഥവാ വിവാഹം മുതൽ തന്നെ ഇണകളെ തിരഞ്ഞെടുക്കുന്നിടത്ത് മുതൽ നമ്മൾ സവിശേഷം ദീനിയായ ഒരു ജാഗ്രത ഉയർത്തിപ്പിടിക്കണമെന്നാണ് സൂചിപ്പിച്ചത്. കുടുംബമെന്ന ഈ മഹത്തായ സ്ഥാപനം അതുല്യമായ എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. സത്യത്തിൽ ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് നമ്മുടെ കുടുംബമാകുന്ന സ്വർഗമാണ്. ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും വല്ലാതെ മനസ്സ് വിങ്ങി ഒരഭയത്തിനു വേണ്ടി, ഒരത്താണിക്ക് വേണ്ടി, ഒരാശാകേന്ദ്രത്തിനു വേണ്ടി കൊതിക്കുമ്പോൾ
നമുക്ക് ഓടിച്ചെന്ന് അണയാൻ കഴിയുന്ന അഭയ സങ്കേതമാണല്ലോ കുടുംബം. നമ്മെ അങ്ങേയറ്റം സ്നേഹത്തോടുകൂടി പ്രേമത്തോടുകൂടി പരിചരിക്കുന്ന ഒരുവൾ അങ്ങേയറ്റം പ്രശാന്തമായി സ്വസ്ഥമായി സ്വകാര്യമായി നമുക്ക് വിശ്രമിക്കാൻ കഴിയുന്ന ഒരിടം. എല്ലാ ടെൻഷനും വീട്ടിൽ ചെന്നിട്ട് തൻ്റെ കുഞ്ഞുമകൾ അല്ലെങ്കിൽ കുഞ്ഞുമകൻ അവനൊന്ന് നിഷ്കളങ്കമായി പുഞ്ചിരിക്കുമ്പോൾ ആ അനവദ്യമായ പുഞ്ചിരി, ആ പുഞ്ചിരിയിൽ ഒരുപക്ഷെ എല്ലാ പ്രയാസങ്ങളും ലയിച്ചലിഞ്ഞില്ലാതായി പോകുന്ന ഒരനുഭവം. എല്ലാ അർത്ഥത്തിലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആശ്വാസത്തിന്റെ, സാന്ത്വനത്തിന്റെ, ശാന്തിയുടെ തീരമാണ്, പ്രണയത്തിന്റെ, കാരുണ്യത്തിന്റെ, സ്നേഹത്തിന്റെ കൂടാണ് കുടുംബം എന്ന് പറയുന്നു. പക്ഷെ നാം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കാലഘട്ടത്തിൽ കുടുംബത്തിനെതിരായ ഒരുപിടി വെല്ലുവിളികളും ആക്രോശങ്ങളും കുടുംബ ശത്രുക്കളും മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വലിയ പ്രത്യേകതയായി തന്നെ പറയാറുണ്ടായിരുന്നത് അവര് ബന്ധങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിൽ കാത്തുസൂക്ഷിക്കുന്ന പവിത്രതയാണ്. ഇവിടെ നാട് കണ്ടുപോയ ഒരുപാട് വിദേശികൾ അവരുടെ വിവരണങ്ങളിൽ ഈ കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. കേരളീയർ കാത്തുപോകുന്ന കുടുംബ ബന്ധങ്ങളുടെ പവിത്രത. കുറെ വർഷങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു വത്തിക്കാനിലെ പോപ്പ് വന്നപ്പോ കേരളത്തിൽ അദ്ദേഹം പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞു, മലയാളികൾ കാത്തുസൂക്ഷിക്കുന്ന അവരുടെ ഈ കുടുംബ ബന്ധങ്ങൾ അതതിന്റെ പാരമ്പര്യ വിശുദ്ധിയോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോകണം എന്നാണ് അദ്ദേഹം ഉപദേശിച്ചത്. പക്ഷെ നമുക്കറിയാം, ഈ കുടുംബത്തെ സംബന്ധിച്ചുള്ള ഈ പാരമ്പര്യ സങ്കല്പങ്ങൾ അല്ലെങ്കിൽ അതിനോട് മലയാളി പുലർത്തിയിരുന്ന അവന്റെ സവിശേഷമായ കുടുംബസ്നേഹവും പ്രതിബദ്ധതയും ഇന്നൊരു പക്ഷേ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മളൊരു പുതിയ മലയാളിയെ കാണുകയാണ്, കുടുംബസ്നേഹമില്ലാത്ത ഒരു മലയാളിയെ. കൂടെ വർഷങ്ങളായി സ്നേഹിച്ചു ജീവിക്കുന്ന പ്രിയതമയിൽ അവിഹിതം ആരോപിക്കുന്ന ഒരു പുതിയ മലയാളി. അങ്ങനെ അവിഹിതം ആരോപിക്കുമ്പോൾ സ്വന്തം അവിഹിതം അവൾ അറിയാതിരിക്കാൻ മറച്ചുവെക്കുകയും അവൾ അറിഞ്ഞെന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോഴേക്ക് വർഷങ്ങൾ നീണ്ടുനിന്ന ഈ ദാമ്പത്യ ബന്ധത്തെയൊക്കെ മറന്നുകൊണ്ട് തന്റെ കിടപ്പറ പങ്കിട്ട സ്വന്തം പ്രിയതമയെ കിടപ്പറയിൽ വെച്ചിട്ട് ശ്വാസം മുട്ടിച്ചു കൊല്ലുകയും അവളുടെ മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുകയും ആ ബന്ധത്തിൽ നിന്ന് തനിക്കുണ്ടായ ആ ദാമ്പത്യ വല്ലരിയിൽ വിരിഞ്ഞ കുസുമങ്ങളെന്ന് വിശേഷിപ്പിക്കാവുന്ന സ്വന്തം മക്കളെ, 1, 2, 3, 4 മക്കളെയൊക്കെ ഓരോ ദിവസം വെച്ചിട്ട് ഊഴം വെച്ച് കൊല്ലുകയും കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കുകയും വലിച്ചെറിയുകയും ചെയ്യുന്ന ഒരു പുതിയ മലയാളിയെ നമ്മൾ പരിചയപ്പെടുകയാണ്. വാർത്താമാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നവരോട് വിശദീകരിക്കേണ്ടതില്ല. ഇതൊരു ആമയൂരിലെ കാര്യം മാത്രമല്ല, ഒരുപിടി സംഭവങ്ങൾ ഇതുപോലെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോവുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ വേറൊരു വശത്ത് ഒരുപക്ഷേ യൂറോപ്യൻ നാടുകളൊക്കെ അവർ വലിച്ചെറിഞ്ഞതാണല്ലോ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ആരോ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അമേരിക്കയിൽ പൊളിക്കുന്ന കപ്പലുകളുടെ അവശിഷ്ടങ്ങൾ, അമേരിക്ക ഉപയോഗിക്കുന്ന ആണവ ഉപകരണങ്ങളുടെ സംവിധാനങ്ങളുടെ അവശിഷ്ടങ്ങൾ, അപകടകാരികളായ അവശിഷ്ടങ്ങൾ, ഇതൊക്കെ കൊണ്ടുപോയിട്ട് തള്ളാവുന്ന ഒരു കൊച്ചി, ഒരു കേരളം, ഒരു ഇന്ത്യ, ഒരു മൂന്നാം ലോകം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഒന്നാം ലോക രാജ്യത്ത് വേണ്ടാത്ത സാധനങ്ങളൊക്കെ, ഉടമളി സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് തള്ളാനും വിൽക്കാനും ഉപയോഗിക്കാനും കഴിയുന്ന ഒരു കുപ്പത്തൊട്ടിയായി മൂന്നാം ലോക രാജ്യങ്ങൾ മാറുന്ന ഒരു പുതിയ ലോകക്രമത്തിലാണ്, ഒരു പുതിയ ദുനിയാവിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഉടമളി സാധനങ്ങൾ മാത്രമല്ല, ഉടമളി ആശയങ്ങളും പടിഞ്ഞാറുകാരന്റെ നാടുകളിൽ പ്രയോഗിച്ച് പരാജയപ്പെട്ട
കാലഹരണപ്പെട്ട ആശയങ്ങൾ, ആദർശങ്ങൾ, തത്വങ്ങൾ, സിദ്ധാന്തങ്ങൾ, പ്രത്യയശാസ്ത്രങ്ങൾ, പ്രസ്ഥാനങ്ങൾ ഇതൊക്കെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് ഉപയോഗപ്പെടുത്താൻ ഒരുപക്ഷെ കാലഹരണപ്പെട്ടത് എന്ന് തങ്ങൾ തന്നെ വിശ്വസിക്കുന്ന ദർശനത്തിന്റെ ഭരണകൂടങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിഞ്ഞൂടെ, പത്രത്തിൽ വന്ന ശ്രദ്ധേയമായിട്ടുള്ള ഒരു വാർത്ത, നമ്മുടെ നിയമപരിഷ്കരണ സമിതിയുടെ ഒരു നിർദ്ദേശം സർക്കാരിനോട്. അതെന്താണെന്ന് ചോദിച്ചാൽ, 2ൽ കൂടുതൽ കുട്ടികൾ ഉണ്ടായാൽ ആ മാതാപിതാക്കൾക്ക് 10,000 ഉറുപ്പിക ഫൈൻ അടിക്കണം എന്നാണ്. നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ മാധ്യമങ്ങളിൽ വന്ന നമ്മുടെ നിയമപരിഷ്കരണ സമിതിയുടെ ഒരു റിപ്പോർട്ട്. നമ്മളൊക്കെ വിചാരിക്കുന്ന നല്ല ബുദ്ധിമാന്മാരായ ആളുകളാണ് ഇത്തരം സമിതികളിലൊക്കെ ഉണ്ടാകുന്നത് എന്നാണ്. ഇവരുടെ ബുദ്ധിയൊക്കെ എവിടെ പോകുന്നു, അല്ലെങ്കിൽ ഇവരുടെ പ്രതിബദ്ധത ആരോടാണ്, അല്ലെങ്കിൽ ഈ നാടിനെ, ഈ രാജ്യത്തെ, കുടുംബ സംവിധാനത്തെ എന്താക്കി തീർക്കാൻ ഇവർ ശ്രമിക്കുന്നു എന്ന് വിശ്വാസികളുടെ സമൂഹം സവിശേഷമായും തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. സന്താന നിയന്ത്രണം എന്ന ഒരു പ്രസ്ഥാനം ഇതിന്നോ ഇന്നലെയോ തുടങ്ങിയതിൽ ഒരുപാട് കാലമായി. ഈ സന്താന നിയന്ത്രണ പ്രസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ ഫാമിലി പ്ലാനിങ്ങുകൾ, കുടുംബാസൂത്രണ പരിപാടികൾ, സത്യത്തിൽ ഇതിന്റെയൊക്കെ പിന്നിൽ എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. മനുഷ്യന്റെ അഹന്തയാണ്. ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ മനുഷ്യന്റെ അഹന്തയാണ്. താനാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന മനുഷ്യന്റെ അഹന്ത, ഭൗതികവാദിയുടെ അഹങ്കാരം. ഈ ലോകത്തുള്ള ജീവരാശികളൊക്കെ പുലർന്നു പോരുന്നത് ഞാൻ അന്നം കൊടുക്കുന്നത് കൊണ്ടാണ് എന്ന് മനുഷ്യൻ ചിന്തിക്കുന്നതിന്റെ പ്രശ്നം. താൻ സ്വയം പര്യാപ്തനാണെന്ന് ചിന്തിക്കുന്ന മനുഷ്യന്റെ ധാർഷ്ട്യമാണ് യഥാർത്ഥത്തിൽ ഈ സന്താന നിയന്ത്രണ, കുടുംബാസൂത്രണ പദ്ധതികളുടെയൊക്കെ പിന്നിലുള്ളത്. അതുകൊണ്ടാണല്ലോ ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് ഇത്തരം പദ്ധതികൾ ഉണ്ടാകുന്നത്. പക്ഷേ നമ്മുടെ ഭരണാധികാരികൾ കണ്ണു തുറന്നു നോക്കണം. ഈ കേരളത്തിൽ പോലും അത്തരം ഒരു സംസ്കാരം, എനിക്ക് തോന്നുന്നു വകതിരിവുള്ള ഒരു ഭരണകൂടം ഒരുപക്ഷെ അത്തരം ഒരു പരിഷ്കരണ സമിതിയുടെ നിർദ്ദേശമാണെങ്കിൽ പോലും അതൊന്നും അംഗീകരിക്കാനിടയില്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അത്തരത്തിലുള്ള പരിഷ്കരണ നിർദ്ദേശങ്ങൾ മുമ്പോട്ട് വെക്കുമ്പോൾ ലോകത്തെന്താണ് ഇതിനു മുമ്പ് ഈ കാര്യത്തിലൊക്കെ സംഭവിച്ചിട്ടുള്ളത് എന്നവർ മനസ്സിലാക്കണമല്ലോ. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ എന്ന് പറഞ്ഞാൽ വളരെ കാര്യമായിട്ട് സന്താന നിയന്ത്രണ പരിപാടികൾ നടപ്പിലാക്കിയ കിഴക്കൻ യൂറോപ്പിലെ നാടുകളിൽ, ഡെൻമാർക്ക് പോലെ, നോർവേ പോലെ, സ്വീഡൻ പോലെ, ഐസ്ലൻഡ് പോലെ, അല്ലെങ്കിൽ ഏഷ്യൻ രാജ്യമായ ജപ്പാൻ പോലെ സന്താന നിയന്ത്രണ പരിപാടികൾ കർശനമായിട്ട് നടപ്പിലാക്കിയ രാജ്യങ്ങളിൽ ഇപ്പോൾ കാണുന്ന പ്രവണത എന്ത് എന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മതങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ ദർശനങ്ങളെയും മൂല്യങ്ങളെയും ആശയാദർശങ്ങളെയും പരിഹസിച്ചുകൊണ്ട് ഒരു ഭൗതിക സംസ്കാരം, ഭൗതിക പ്രമത്തതയുടെ സുഖലോലുപ സംസ്കാരത്തെ പ്രബോധനം ചെയ്ത ഈ നാടുകളിൽ, ഡെൻമാർക്ക് എന്നൊക്കെ പറഞ്ഞ 1989 ആദ്യമായിട്ട് കല്യാണം എന്ന ഏർപ്പാടിനെതിരെ നിയമം പാസാക്കിയ, അല്ലെങ്കിൽ സ്വവർഗരതിക്ക് നിയമപരമായ സംരക്ഷണം ലോകത്താദ്യമായിട്ട് നൽകിയ ഒരു രാജ്യമാണ് ഡെൻമാർക്ക്. ഇതുപോലെ നോർവേ, സ്വീഡൻ പോലുള്ള. പക്ഷെ പിന്നീട് അവിടെ എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ അറിയണം. സ്വീഡനിലൊക്കെ വർഷങ്ങളായി ഒരു കുഞ്ഞ് ജനിക്കുന്നത് ഏറ്റവും വലിയ ഉത്സവമായി കാണുന്നു ഈ ഭൗതിക ഭരണകൂടങ്ങൾ തന്നെ. കാരണം തലമുറകളുടെ തുടർച്ചയുണ്ടാകുന്നില്ല എന്ന ഒരു സ്ഥിതിയിൽ മനുഷ്യ വിഭവശേഷി കമ്മിയായി പോകുന്നു എന്ന ഒരു യാഥാർത്ഥ്യത്തിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് അവർ തിരുത്തുകയാണ്. സ്വീഡനിൽ ഒരു ഗവൺമെന്റ് ജോലിക്കാരിയായ ഒരു സ്ത്രീ പ്രസവത്തിന് വേണ്ടി നമ്മൾ മെറ്റേണിറ്റി ലീവ് എടുക്കലുണ്ടല്ലോ, ഏറിയാൽ 6 മാസം നമ്മുടെ നാട്ടിൽ 1.25 കൊല്ലം എല്ലാ ആനുകൂല്യങ്ങളോടും കൂടി അവർക്ക് അവധി അനുവദിക്കുന്ന ഭരണകൂടങ്ങൾ അല്ല. പുതിയ കുഞ്ഞുണ്ടാകുമ്പോൾ അങ്ങനെയുള്ള മാതാപിതാക്കൾക്ക് പ്രത്യേകമായിട്ട് ഗ്രാൻഡും സബ്സിഡിയും കൊടുക്കുന്ന ഭരണകൂടങ്ങൾ അത്തരമൊരവസ്ഥയിലേക്ക് വരികയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ള, ശരാശരി ആയുർദൈർഘ്യമുള്ള ജപ്പാൻ, 85 വയസ്സുവരെയൊക്കെ മനുഷ്യൻ ജീവിക്കുന്ന സമൂഹത്തിൽ കുഞ്ഞ് ജനിക്കുന്നത് വലിയൊരു ഉത്സവമായി മാറുന്ന രീതിയിലേക്ക് അവർ വരേണ്ടി വന്നു എന്നർത്ഥം. കാരണം ജനന നിരക്ക് അങ്ങേയറ്റം കുറഞ്ഞു പോവുകയാണ്. നമ്മുടെ നാട്ടിൽ പോലും ഒരുപക്ഷെ സൂക്ഷ്മമായിട്ടുള്ള കണക്കുകൾ, പഠനങ്ങൾ പ്രകാരം നമ്മുടെ രാജ്യത്ത് ജനിക്കുന്ന പെൺകുഞ്ഞുങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. 1000 ആൺകുഞ്ഞുങ്ങൾ ജനിക്കുന്നിടത്ത് 924 പെൺകുഞ്ഞുങ്ങൾ
എന്ന രീതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരുപക്ഷെ കാലഹരണപ്പെട്ട മതവിരുദ്ധ ആശയങ്ങളുടെ പ്രചാരണത്തിനു വേണ്ടി നമ്മുടെ രാജ്യത്ത് പോലും ആളുകൾ ഇങ്ങനെയൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. 2ൽ കൂടുതൽ നമ്മൾ ആലോചിച്ച് നോക്കൂ. ഭൗതികവാദം ഓരോ കാലത്തും ഓരോന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ 2, അതുകൊണ്ട് നമുക്ക് 2 എന്നായിരുന്നു ഒരു കാലത്ത് ഭൗതികവാദം ആവേശപ്പെടുത്താൻ ശ്രമിച്ച മുദ്രാവാക്യം. നമ്മൾ 2, നമുക്ക് 2. പിന്നെ പറഞ്ഞു നമ്മളൊന്ന് നമുക്കൊന്നു മതി എന്ന ആശയത്തിലേക്ക്. ഇപ്പോൾ നമ്മളൊന്ന് നമുക്കൊന്നും വേണ്ട എന്നൊരു നിലവാരത്തിലേക്ക് പോവുകയാണ്. എന്തിനാണ് കുട്ടികൾ എന്നൊരു നിലവാരത്തിലേക്ക് പോവുകയാണ്. അമേരിക്കൻ സമൂഹത്തിലും പല യൂറോപ്യൻ രാജ്യങ്ങളിലും കുഞ്ഞുങ്ങളെ വളർത്താനുള്ള സഹജമായ പ്രകൃതം, വാത്സല്യം കൊടുത്ത് ഓമനിച്ച് വളർത്താനുള്ള മനുഷ്യന്റെ പ്രകൃതിയിൽ അടങ്ങിയിട്ടുള്ള ആ ദൈവികമായ നിക്ഷേപത്തെ കാണാതിരിക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചപ്പോൾ അവസാനം ആ ഭൗതിക പ്രമത്തരായ സമൂഹങ്ങൾക്ക് പരിഹാസ്യമായ രീതിയിൽ പട്ടിക്കുട്ടികളെയും പൂച്ചക്കുഞ്ഞുങ്ങളെയും വളർത്തേണ്ടി വരുന്നു. ഇതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ മാധ്യമങ്ങളിലൂടെ വായിക്കുന്നുണ്ട്. അത്തരം സമൂഹങ്ങളിൽ ഒരു കുഞ്ഞിനെ എടുത്ത് ഒക്കത്ത് വെക്കാനില്ലാത്ത മാതാക്കൾ പക്ഷേ അവരുടെ ഒക്കത്തെന്തോ കാണുന്നുണ്ട് നമ്മൾ. അതൊരു പട്ടിക്കുട്ടിയെ, എന്നിട്ടതിന് ഷേക്സ്പിയർ എന്നും അരിസ്റ്റോട്ടിൽ എന്നും സോക്രട്ടീസ് എന്നൊക്കെ പേരിടുക. ആ കുഞ്ഞുങ്ങളെ എടുത്ത് പുന്നാരിക്കുകയും ഓമനിക്കുകയും അങ്ങനെ ഒരു പെറ്റ് ആനിമൽ കൾച്ചർ, ഓരോ ആൾക്കും ഒരു പെറ്റ് ആനിമൽ ഉണ്ടാവുക, അങ്ങനെ ഒരു ഇഷ്ടമൃഗം, അങ്ങനെ ഭാര്യയും ഭർത്താവും കാറിൽ കയറി അവരുടെ കൂടെ കുഞ്ഞിനെ എടുക്കുന്നത് പോലെ ഈ പെറ്റിനെയും എടുത്തുകൊണ്ട് യാത്ര പോകുന്ന ഒരു പരിഹാസ്യമായ അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിപ്പെടുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മനുഷ്യന്റെ കിബറാണ്, മനുഷ്യ അഹന്തയാണ് യഥാർത്ഥത്തിൽ എല്ലാ സന്താന നിയന്ത്രണ പദ്ധതികളുടെയും ഫാമിലി പ്ലാനിങ്ങിന്റെയും പിന്നിലുള്ളത്. ഞങ്ങളാണ് ലോകത്ത് മനുഷ്യർക്ക് ആഹാരം കൊടുക്കുന്നത് എന്ന് ചിന്തിച്ചു പോകുന്നു മനുഷ്യൻ. വേദഗ്രന്ഥങ്ങൾ തിരുത്തി, വലാ തഖ്തുലൂ ഔലാദകും ഖശ്യത ഇംലാഖ്, വലാ തഖ്തുലൂ ഔലാദകും ഖശ്യത ഇംലാഖ്, ദാരിദ്ര്യം പേടിച്ചുകൊണ്ട് നിങ്ങൾ സ്വന്തം കുഞ്ഞുങ്ങളെ കൊല്ലരുത്. നഹ്നു നർസുഖുഹും വഇയ്യാകും, നിങ്ങൾക്കും അവർക്കും റിസ്ക് നൽകുന്നത് നാമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾക്കും അവർക്കും റിസ്ക് നൽകുന്നത് നാം ആകുന്നു, അതല്ല നിങ്ങളാണ് എന്ന് നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. അല്ല, പ്രപഞ്ചത്തിലെ കോടാനുകോടി ജീവരാശികൾക്ക് അന്നം നൽകുന്ന അന്നദാതാവ് റാസിഖ്, വല്ലാഹു ഖൈറുർ റാസിഖീൻ, അവനാണ് ഏറ്റവും നല്ല അന്നദാതാവ്, അവനാണ് ഭക്ഷണം നൽകുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, മനുഷ്യനല്ലാത്ത എത്രയോ കോടി ജീവരാശികൾ ഈ പ്രപഞ്ചത്തിൽ പുലർന്നുകൊണ്ടിരിക്കുന്നു. അല്ല, ഒരു പാവപ്പെട്ട ഏറ്റവും ചെറിയ നിസ്സാരമായിട്ട് കാണുന്ന ഒരു കിളിക്കുഞ്ഞിന് പോലും ഭക്ഷണം നമ്മുടെ ബാധ്യതയിലല്ലല്ലോ. അത് രാവിലെ അള്ളാഹുവിന്റെ പ്രവാചകൻ വിശദീകരിച്ചതുപോലെ തവക്കുലാക്കി പുറപ്പെടുകയാണ്. ഇൻ തതവക്കൽ അലല്ലാഹി ഹഖ തവക്കുലിഹി ലറസഖകും കമാ യർസുഖുത് തയ്ർ തഗ്ദൂ ഹിമാസൻ വതറൂഹു ബിതാന എന്ന് റസൂലുള്ളാഹി വിശദീകരിച്ചു. പക്ഷിക്കുഞ്ഞുങ്ങൾ അങ്ങനെ പുറപ്പെടുന്നു. ശരിയായിട്ടുള്ള തവക്കുൽ അതുപോലെ നിങ്ങളാക്കുകയാണെങ്കിൽ, അള്ളാഹുവിൽ സമർപ്പിക്കുകയാണെങ്കിൽ, തഗ്ദൂ ഹിമാസൻ വതറൂഹു ബിതാന, വെളുപ്പാങ്കാലത്ത് പുറപ്പെടുമ്പോൾ ഒഴിഞ്ഞ വയറുമായി പുറപ്പെടുന്ന പക്ഷികൾ പക്ഷേ സായന്തനങ്ങളിൽ കൂടണയുമ്പോൾ നിറഞ്ഞ വയറുമായി തിരിച്ചെത്തുകയാണ്. ആരാണ് ഇവർക്ക് അന്നം നൽകുന്നത്? ഒരുപക്ഷെ നമ്മുടെ ഒരുപാട് ആളുകൾ തിങ്ങിക്കൂടി നിൽക്കുന്ന മാവേലി സ്റ്റോറിന്റെ മുമ്പിൽ കൊണ്ടുവന്നിറക്കുന്ന അരിച്ചാക്കിൽ നിന്ന് താഴത്ത് വീണുപോകുന്ന ഉതിർമണികൾ, ആ അരിമണികൾ കൊത്തിപ്പെറുക്കിയായിരിക്കാം ഒരുപക്ഷെ ആ പക്ഷിക്കുഞ്ഞിന്റെ ആഹാരം മഈശത്തുള്ളത്. പക്ഷേ അതങ്ങനെ പുറപ്പെടുകയാണ്. ഇതുപോലെ നിങ്ങൾ തവക്കുലാക്കുകയാണെങ്കിൽ ലറസഖകും കമാ യർസുഖുത് തയ്ർ, നിങ്ങൾക്ക് നാം ആ പക്ഷികൾക്ക് അന്നം നൽകുന്നത് പോലെ നൽകും. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ സത്യദൂതനായ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ അങ്ങനെ പടച്ചവനിൽ സമർപ്പിച്ചാൽ നിങ്ങൾക്ക് നാം റിസ്ക് നൽകും. നഹ്നു നർസുഖുഹും വഇയ്യാകും, നിങ്ങൾക്കും അവർക്കും റിസ്ക് നൽകുന്നത് നാമാണ്. ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറ, 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രായിലെ 31-ാം വചനത്തിൽ അല്ലാഹു പറയുകയാണ്, ആ ഖത്ൽ, ആ കൊലപാതകമുണ്ടല്ലോ, ഭ്രൂണഹത്യയുണ്ടല്ലോ, കുടുംബാസൂത്രണം, കാന ഖിത്അൻ കബീറ, അത് മഹാപാപമാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. വിശുദ്ധ ഖുർആൻ ഒരു സംസ്കാരം പഠിപ്പിക്കുന്നു. ആ സംസ്കാരം നമ്മുടെ കുടുംബത്തിലേക്ക് വരാൻ പോകുന്ന ഒരു പുതിയ അതിഥിയെ നമ്മുടെ കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ചു കൊല്ലുക എന്ന ഒരു സംഹാരത്തിന്റെ സംസ്കാരമല്ല, മറിച്ച് വരാൻ പോകുന്ന തലമുറകളെ അവരെ കൂടെ മുമ്പിൽ കണ്ടുകൊണ്ട് നിങ്ങളുടെ ജീവിത വിഭവങ്ങൾ ക്രമീകരിക്കുകയും ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കുകയും
അങ്ങനെ പുരോഗതിക്കായുള്ള മാർഗങ്ങൾ അവലംബിക്കുകയും ചെയ്തുകൊണ്ട് നിർമ്മാണാത്മകമായ ഒരു സംസ്കാരം, അതാണല്ലോ ഇന്നോളം മാനവ നാഗരികത നയിച്ചിട്ടുള്ളത്. പണ്ട് ഇത്രമാത്രം സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല, ഇത്രമാത്രം മനുഷ്യരുണ്ടായിരുന്നില്ല. പക്ഷേ മനുഷ്യൻ വർദ്ധിച്ചപ്പോൾ സൗകര്യങ്ങളും സംവിധാനങ്ങളും നമ്മൾ ഉണ്ടാക്കി, നമ്മൾ പരിശ്രമിച്ചു, ശാസ്ത്രത്തിലൂടെ നമ്മൾ ചിന്തിച്ചു, സാങ്കേതിക വിദ്യയിൽ നമ്മൾ വികസിച്ചു. എന്തെല്ലാം സംഗതികൾ വേണമോ അതൊക്കെ ലോകത്തുണ്ടായി. ലോകത്ത് മനുഷ്യർ വർദ്ധിക്കും തോറും അവന് വേണ്ട സൗകര്യങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിയും അങ്ങനെ തന്നെ ആയിരിക്കും. അത്തരമൊരു നിർമ്മാണത്തിന്റെ സംസ്കാരമാണ്. അല്ലാതെ വരാൻ പോകുന്ന കുഞ്ഞുങ്ങളെ കഴുത്ത് ഞെരിച്ചോ അല്ലെങ്കിൽ ഭ്രൂണത്തിൽ വെച്ചോ കൊന്നുകളയുക എന്ന ശൈലിയല്ല യഥാർത്ഥത്തിൽ നിങ്ങൾ സ്വീകരിക്കേണ്ടത്. ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറ, അങ്ങനെ നിങ്ങൾ ചെയ്താൽ അതൊരു മഹാപാപമാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുകയാണ്. നമ്മൾ പറഞ്ഞു വന്ന വിഷയം നമ്മുടെ കുടുംബത്തിന്റെ ഇസ്ലാമീകരണമാണ്. കുടുംബത്തിന്റെ ഇസ്ലാമീകരണം എന്ന് പറയുമ്പോൾ പ്രത്യേകമായിട്ട് നമ്മൾ തിരിച്ചറിയണം, കുടുംബം എന്ന് പറയുന്ന ഈ സംവിധാനം രൂപപ്പെടുത്തുകയും വളർത്തിയെടുക്കുകയും ചെയ്യേണ്ടത് കൃത്രിമമായ അടിത്തറകളിലല്ല, ഇഷ്ടികയും കമ്പിയും സിമന്റും ചേർത്താൽ ഉണ്ടാക്കാവുന്ന അടിത്തറകളിലല്ല കുടുംബത്തെ നമ്മൾ രൂപീകരിക്കേണ്ടത്. കുടുംബം സ്ഥാപിക്കേണ്ടത് അവബോധങ്ങളുടെ അടിത്തറയിലാണ്. അവബോധങ്ങളുടെ അടിത്തറ സുപ്രധാനമായി റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ബോധ്യത്തിന്റെ അടിത്തറയിലാവണം കുടുംബങ്ങളുടെ രൂപീകരണം എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കും. ഫൗണ്ടേഷൻ ഉണ്ടാക്കുമ്പോൾ ശക്തമായ ഫൗണ്ടേഷൻ ഉണ്ടാക്കണമല്ലോ. അതല്ല, അടിത്തറ ബലഹീനമാണെങ്കിൽ പിന്നെ അതിൽ നിർമ്മിക്കുന്ന കെട്ടിടം ഒരുപക്ഷെ ദുർബലമാവുകയും തകർന്നു പോവുകയും മനുഷ്യരാശിക്ക് തന്നെ ഭീഷണിയായി മാറുകയും ഒരു ദിവസം അപ്രതീക്ഷിതമായി തകർന്ന് ഒരുപാട് നാശങ്ങൾ വിതക്കുകയും ചെയ്യും. അതുകൊണ്ട് ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ ശക്തമായ ബലിഷ്ഠമായ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് പോലെ കുടുംബം എന്ന് പറയുന്ന ഈ സംവിധാനത്തെ രൂപപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അവബോധങ്ങളുടെ അടിത്തറയിൽ അതിലേറ്റവും പ്രധാനപ്പെട്ടത് റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ബോധ്യത്തിന്റെ അടിത്തറയിൽ വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം 1-ാം വചനം റബ്ബ് സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി ആ അടിത്തറ നമ്മെ പഠിപ്പിക്കുന്നു. യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ എന്നല്ലാഹു പറയുകയാണ്. മനുഷ്യ സമൂഹത്തിന്റെ ഇന്നോളമുള്ള നാഗരികതയുടെ ഉത്ഥാന പതനങ്ങളുടെ മുഴുവൻ ചരിത്രവും മാറ്റിക്കുറുക്കിയ ഒരൊറ്റ വാചകത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, ഒരൊറ്റ ശരീരത്തിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചവനായ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കുക, അവൻ പകർന്നു തന്ന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക, അവന്റെ നിയമങ്ങൾ നിങ്ങൾ അനുസരിക്കുക. മിൻ നഫ്സിൻ വാഹിദത്തിൻ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാ, ആ ഒറ്റ ശരീരത്തിൽ നിന്ന് അതിന്റെ ഇണയെ അവൻ സൃഷ്ടിച്ചു, എന്നിട്ട് രണ്ടുപേരിൽ നിന്നുമായി ധാരാളക്കണക്കിന് കോടിക്കണക്കായ സ്ത്രീ പുരുഷന്മാരെ ലോകത്തെ വ്യാപിപ്പിച്ചു. അതാണല്ലോ മനുഷ്യ സമൂഹം എന്ന് പറയുന്നത്, അതാണല്ലോ നാഗരികത എന്ന് പറയുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാ വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി, ഏതൊരു റബ്ബിനെ മുൻനിർത്തിയാണോ നിങ്ങൾ അവകാശങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആ റബ്ബിനെ നിങ്ങൾ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കുക. വൽ അർഹാം, കുടുംബ ബന്ധങ്ങളെ പരിരക്ഷിക്കുകയും ചെയ്യുക. എന്നിട്ട് ആ ആയത്തിന്റെ ഒടുവിൽ, ദീർഘമേറിയ ആ വചനത്തിന്റെ ഒടുവിൽ അല്ലാഹു പറയും, ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, നിശ്ചയമായും അല്ലാഹു നിങ്ങളുടെ മുകളിൽ ഒരു റഖീബായി, സദാ നിങ്ങളെ ജാഗ്രതയോടുകൂടി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരാശക്തിയായി പടച്ച റബ്ബ് നിങ്ങളുടെ മുകളിലുണ്ട് എന്ന് പറയുകയാണ്. കുടുംബത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, മനുഷ്യ സമൂഹത്തിന്റെ വ്യാപനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, നാഗരികതയുടെ ഉത്ഥാന പതനങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു എടുത്തു പറഞ്ഞ ഈ വാക്യം നമ്മൾ അടിവരയിടുക. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, നിങ്ങളുടെ മേൽ നിങ്ങളുടെ ചലനങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല മുകളിലുണ്ട് എന്ന ബോധ്യത്തോടുകൂടി നിങ്ങൾ ജീവിക്കുക. ഇതാണ് റബ്ബിനെക്കുറിച്ചുള്ള അവബോധം. ഈ റബ്ബിനെക്കുറിച്ചുള്ള അവബോധത്തിന്റെ പുറത്തു വേണം നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ. കുടുംബത്തിൽ ജീവിക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാർ, മക്കൾ, മാതാപിതാക്കൾ, ചാർച്ചക്കാർ, കുടുംബ ബന്ധുക്കൾ, ഇവരൊക്കെ ഈ ഒന്നാമത്തെ അവബോധത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിന്റെ സകല ചലനങ്ങളും എവിടെയായിരുന്നാലും റസൂലുള്ളാഹി ഉപദേശം നൽകിയതുപോലെ ഇത്തഖുല്ലാഹ ഹൈസുമാ കുൻത്,
മോനെ നീ എവിടെയായിരുന്നാലും റബ്ബിനെ സൂക്ഷിക്കുക. ഹൈസുമാ കുന്ത, എവിടെയായിരുന്നാലും, വീട്ടിലാകാം, റോട്ടിലാകാം, ഓഫീസിലാകാം, ജോലിസ്ഥലത്താകാം, ഫാക്ടറിയിലാവാം, സാമൂഹിക പ്രവർത്തനത്തിനിടയിലാവാം, എവിടെയായിരുന്നാലും, അല്ല അടുക്കളയിലാവാം, കിടപ്പറയിലാവാം, എവിടെയായിരുന്നാലും ഇത്തഖുല്ലാഹ ഹൈസുമാ കുന്ത, എവിടെയായിരുന്നാലും നീ റബ്ബിനെ പ്രത്യേകമായിട്ട് സൂക്ഷിക്കുക എന്ന് പറയുകയാണ്. അങ്ങനെ കുടുംബത്തിലുള്ള എല്ലാവരും, മക്കളും മാതാപിതാക്കളും ഭാര്യയും ഭർത്താവും ചാർച്ചക്കാരും കുടുംബക്കാരും എല്ലാവരും ഈ അവബോധത്തോടുകൂടി ജീവിക്കുമെങ്കിൽ ആ കുടുംബമാണല്ലോ ഏറ്റവും ധന്യമായ കുടുംബം. ആ അനുഭവമായിരിക്കുമല്ലോ ജീവിതത്തിലെ ഏറ്റവും നല്ല അനുഭവം. അത് ഭൂമിയിലെ ഒരു സ്വർഗം തന്നെയായിരിക്കുമല്ലോ. കിടപ്പറയിൽ പോലും റബ്ബിനെ സൂക്ഷിക്കണമെന്ന് പഠിപ്പിക്കുകയാണ് ഇസ്ലാം. ഇമാം ബുഖാരിയും മുസ്ലിമും രേഖപ്പെടുത്തിയ ഹദീസ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതൊക്കെ നമ്മൾ പുതിയ തലമുറക്ക് പ്രത്യേകമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലാണ്. പലപ്പോഴും ആ വിദ്യാഭ്യാസത്തിന് നമ്മൾ വേണ്ടത്ര പ്രാധാന്യം നൽകാറില്ല. പലപ്പോഴും നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ വിവാഹിതനായി, അയാൾ മണിയറയിലേക്ക് ലക്ഷങ്ങളും ഒരുപാട് പണം ചിലവഴിച്ചുണ്ടാക്കിയ അറയിലേക്ക് കടക്കുന്നു, നിലവറയിലേക്കല്ല, മണിയറയിലേക്ക് കടക്കുന്നു. അവിടെ ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അവനെല്ലാം ചെയ്യും, പക്ഷേ ഒന്നു മാത്രം മറന്നുപോകും. എങ്ങനെയാണ് ഒരു വിശ്വാസിയായ മനുഷ്യൻ തന്റെ ആദ്യരാത്രിയിൽ ഭാര്യയെ സമീപിക്കേണ്ടത്, അല്ലെങ്കിൽ ഭാര്യയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ എന്തൊരു മര്യാദയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ അവൻ പാലിക്കേണ്ടത് എന്ന് മറന്നുപോവുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ബുഖാരി മുസ്ലിമും രേഖപ്പെടുത്തി, ഈ പ്രാർത്ഥന നിങ്ങൾ പ്രത്യേകമായിട്ട് പറയണം. അല്ലാഹുമ്മ, അങ്ങനെയാണ് കുടുംബജീവിതത്തിന്റെ തുടക്കം, ദാമ്പത്യത്തിന്റെ തുടക്കം, ഭാര്യാഭർത്തൃ സംസർഗത്തിന്റെ സമാരംഭം അല്ലാഹുമ്മ എന്ന വാക്കിലായിരിക്കണം. അല്ലാഹുവേ, ഇതിനാണ് നാം ദൈവബോധം എന്ന് പറയുന്നത്. റബ്ബിനെ കുറിച്ചുള്ള അവബോധത്തിലാണ് ഒരു ഫാമിലി കെട്ടിപ്പടുക്കേണ്ടത് എന്ന് പറയുന്നത്. അല്ലാഹു എന്ന ആ ഒന്നാമത്തെ വാക്കിലായിരിക്കണം കുടുംബജീവിതം ആരംഭിക്കേണ്ടത്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ജന്നിബിന ശൈത്താൻ, ഞങ്ങളിൽ നിന്ന് നീ പിശാചിനെ അകറ്റണമേ. ഞങ്ങൾ ദമ്പതിമാർ ഒന്നായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചവർ, പടച്ചവനെ ഞങ്ങളിൽ നിന്ന് നീ പിശാചിനെ അകറ്റണമേ. വജന്നിബി ശൈത്താന മാ റസഖതന, ഞങ്ങളുടെ ഈ ബന്ധത്തിലൂടെ, ഈ സംസർഗത്തിലൂടെ, ഈ ദാമ്പത്യത്തിലൂടെ ഞങ്ങൾക്ക് നീ തരാൻ ഉദ്ദേശിച്ചതെന്തോ അതിൽ നിന്ന് തീർച്ചയായും പടച്ചവനെ ഈ പിശാചിന്റെ ദോഷബാധയെ ഞങ്ങളിൽ നിന്ന് തടുക്കണമേ എന്ന പ്രാർത്ഥനാ നിർഭരമായ മുത്തഖിയുടെ മനസ്സോടുകൂടിയായിരിക്കണം ദാമ്പത്യം ആരംഭിക്കേണ്ട. പ്രിയമുള്ളവരെ, ആലോചിച്ചു നോക്കൂ, എത്രയോ കുടുംബങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് ഈ അല്ലാഹു എന്ന നാമധേയത്തിലല്ലല്ലോ. അവൻ വിശ്വാസിയാണ്, പലപ്പോഴും അവൻ നമസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ ഉത്തമനായ മുത്തഖിയാണ്. പക്ഷേ അവന്റെ കുടുംബജീവിതത്തിൽ, അവന്റെ ദാമ്പത്യത്തിൽ, അവന്റെ ലൈംഗികമായ പ്രവൃത്തികളിൽ ഈ ദൈവബോധം, ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, കിടപ്പറയിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല കണ്ടുകൊണ്ടിരിക്കുകയാണ്. അടുക്കളയിൽ ഭർത്താവിന് നീ പാകം ചെയ്യുമ്പോൾ അത് റബ്ബ് സുബ്ഹാനഹു വ തആല കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിന്റെ മനസ്സ് തീർച്ചയായും അവൻ വായിക്കുന്നുണ്ടല്ല. നാളെ ഒരുപക്ഷെ ഈ മനസ്സ് കോടാനുകോടി മനുഷ്യരുടെ മുമ്പാകെ പടച്ചവൻ വെളിപ്പെടുത്തുകയും തുറന്നു വെക്കുകയും ചെയ്യും. അഫലാ യഅലമു ഇദാ ബുഇസിറ മാ ഫിൽ ഖുബൂർ വഹുസ്സില മാ ഫിസ് സുദൂർ. ഖുർആൻ ചോദിക്കുകയാണ്, ഖബറുകൾ പിന്നെ മറിക്കപ്പെടുകയും അങ്ങനെ മനുഷ്യൻ ഏറ്റവും കൂടുതൽ വേദനയോടുകൂടി, ദുഃഖഭാരത്തോടുകൂടി, ഏറ്റവും വലിയ അത്ഭുതത്തോടുകൂടി മറ്റൊരു ലോകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്യുമ്പോൾ അഫലാ യഅലമു ഇദാ ബുഇസിറ മാ ഫിൽ ഖുബൂർ, ആ ഖബറുകൾ ഇളക്കി മറിക്കപ്പെടുന്ന ആ സന്ദർഭത്തെക്കുറിച്ച് മനുഷ്യ നിനക്ക് ബോധമില്ലേ എന്നല്ലാഹു ചോദിക്കുന്നു. വഹുസ്സില മാ ഫിസ് സുദൂർ, നിന്റെ മനസ്സിലുള്ളത് പോലും അല്ലാഹു വെളിപ്പെടുത്താൻ പോവുകയാണ്. തഹ്സീൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഒരു വിത്ത് അല്ലെങ്കിൽ ഒരു പഴം, അതിന്റെ തോട് മാറ്റിയിട്ട് അതിന്റെ കാമ്പ് പുറത്തെടുക്കുന്നത്, അതിനാണ് തഹ്സീൽ എന്ന് പറയുക. നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളറകളിൽ സൂക്ഷിച്ചിരുന്നത്, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല തഹ്സീൽ ചെയ്യാൻ പോവുകയാണ്. വഹുസ്സില മാ ഫിസ് സുദൂർ, അതിന്റെ പുറത്ത് നിങ്ങളിട്ട ആവരണങ്ങളെല്ലാം, ആ മറകളെല്ലാം, ആ പുതപ്പുകളെല്ലാം വലിച്ചു മാറ്റിയിട്ട് ആ ഉള്ളിന്റെ ഉള്ളിൽ എന്തായിരുന്നു എന്ന നിങ്ങളുടെ മോട്ടീവ്, നിങ്ങളുടെ പ്രേരകം, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡുകൾ, ഇത് റബ്ബ് സുബ്ഹാനഹു വ തആല തുറന്നു വെക്കുന്ന ഒരു ദിവസം വരാനിരിക്കുന്നു എന്ന് പറയുകയാണ്. ഇതൊന്നും വളരെ ദൂരത്തല്ല, വളരെ വളരെ അടുത്താണ് എന്ന് നമ്മൾ പലപ്പോഴും തിരിച്ചറിയാറില്ല. അടുത്ത നിമിഷം ഞാൻ മരിച്ചു പോകുമ്പോൾ എന്റെ ആഖിറത്ത് ആരംഭിക്കുകയാണല്ലോ, ആലമുൽ ബർസഖ് തുടങ്ങുകയാണല്ലോ, ഖബറിൽ ചോദ്യം ചെയ്യാൻ മലക്കുകൾ വരികയാണല്ലോ. മലക്കുകൾ ചോദിക്കുന്നു, ആ ഉത്തരങ്ങൾ തൃപ്തികരമല്ലെങ്കിൽ, അല്ലെങ്കിൽ തൃപ്തികരമാണെങ്കിൽ അവിടെ വെച്ച് തന്നെ നിന്റെ ഭാഗതയും നിർണയിക്കുകയാണ്. ദുഷ്ടനായ മനുഷ്യൻ
പടച്ചവനെ പരിഗണിക്കാതെ ജീവിച്ചവൻ, കുടുംബത്തിൽ തോന്നിയാസം കാണിച്ചവൻ, അവനങ്ങനെ ഖബറിൽ ആ മലക്കുകൾ ചോദ്യം ചെയ്യുമ്പോൾ സ്വഹീഹായ ഹദീസുകളിൽ വന്നിരിക്കുകയാണ്. മലക്കുകൾ ചോദിക്കുന്നു, ആ ചോദ്യത്തിന് പലപ്പോഴും ഉത്തരമില്ല. ഒടുവിൽ നരകത്തിലേക്കൊരു വാതായനം തുറന്നു വെക്കുന്നു. ആ ഇടുങ്ങിയ ഖബറിന്റെ ലോകത്തു നിന്ന് ഇവനിത് അനുഭവിക്കുകയാണ്. ഇവന്റെ ആത്മാവ് അനുഭവിക്കുകയാണ്. ആലമുൽ ബർസഖിൽ ആത്മാവാണല്ലോ അനുഭവങ്ങൾ സ്വീകരിക്കുന്നത്. അവൻ ഈ വേദന, ഈ ദുഃഖം അനുഭവിക്കുന്നു. താൻ പോയി കിടക്കാനുള്ള ഇടം അവൻ അവിടെ വെച്ച് തന്നെ കാണുകയാണ്. അള്ളാന്റെ റസൂൽ വിശദീകരിച്ചു തന്നതാണ്, അവിശ്വസിക്കേണ്ടതില്ല. മലക്കവസാനം പറയും, ഹാദാ മഖഅദുക്, ഹാദാ മഖഅദുക്, ഇതാണ് നിന്റെ സീറ്റ്, ഇതാണ് നിന്റെ ഇരിപ്പിടം, ഇങ്ങോട്ടാണ് നീ സഞ്ചരിച്ചു കൊണ്ടിരുന്നത് എന്ന് ആ ഖബറിൽ വെച്ച് തന്നെ പറയുകയാണ്. ഖബറിന്റെ ലോകം തന്നെ വലിയൊരു പീഡനത്തിന്റെ ലോകമായി മാറുന്നു, അല്ലെങ്കിൽ ഏറ്റവും വലിയ ആനന്ദത്തിന്റെ മറ്റൊരു ലോകമായി മാറുന്നു. സ്വർഗത്തിലേക്ക് തുറന്നു വെക്കുന്ന ഒരു വാതിൽ, ഇതാ ഇങ്ങോട്ടാണ് നീ പോകുന്നത്, ഹാദാ മഖഅദുക, ഇതാണ് നിന്റെ സ്ഥാനമെന്ന് മലക്കുകൾ പറയുന്നു. ഇനി പരലോകത്തെത്തിയാലുള്ള അവസ്ഥ വിശദീകരിക്കേണ്ടതില്ലല്ലോ. ഒരുപാട് സംഗതികൾ അള്ളാഹുവിന്റെ ഖുർആനും പ്രവാചകന്റെ സുന്നത്തും വിശദീകരിച്ചു തന്നു. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ അവബോധം റബ്ബ് സുബ്ഹാനഹു വ തആല എന്റെ കർമ്മങ്ങളും എന്റെ ചലനങ്ങളും എന്റെ മനോഭാവങ്ങളും പോലും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നാഥൻ എന്റെ കുടുംബത്തിന്റെ മുകളിലുണ്ട് എന്ന ഒരു ബോധ്യത്തിൽ കുടുംബാംഗങ്ങൾ പെരുമാറാൻ തുടങ്ങിയാൽ ഒരുപക്ഷെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും, എല്ലാ കുടുംബപരമായ ശൈഥില്യങ്ങളും തകർച്ചകളും പരിഹരിക്കാൻ കഴിയുമെന്ന് നമ്മൾ തിരിച്ചറിയണം. പാണ്ഡിത്യം കൊണ്ടുണ്ടാകുന്ന ഒരു സംഗതിയല്ലത്. അറിവൊരുപാട് നേടിയതുകൊണ്ട് ഒരാൾക്കുണ്ടാകുന്നതല്ല. അങ്ങനെ ഉണ്ടാകുന്നതായിരുന്നെങ്കിൽ മഹാനായ ജുനൈദുൽ ബഗ്ദാദി എന്ന മഹാനായ ആത്മീയ ഗുരുവര്യൻ, അദ്ദേഹത്തിന്റെ കൂടെ കൊല്ലങ്ങളോളം പഠിച്ച മുത്തല്ലിമീങ്ങൾക്ക് അത് ഉണ്ടാകുമായിരുന്നല്ലോ. ഒരുപാട് കാലം അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് ആത്മവിദ്യ പഠിച്ച ആളുകൾ വർഷങ്ങളോളം ഒരു ദിവസം ജുനൈദുൽ ബഗ്ദാദിക്ക് തോന്നുകയാണ്, ഈ പറയുന്നതൊക്കെ ഇവന്റെ ഹൃദയത്തിൽ വല്ല ചലനവും ഉണ്ടാക്കുന്നു എന്നറിയണമല്ലോ. അദ്ദേഹത്തിന്റേതായ രീതിയിൽ ഒരു പരീക്ഷ നടത്തുകയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പരീക്ഷണം. ഉസ്താദ് പറഞ്ഞു മുത്തല്ലിമീങ്ങളോട്, നിങ്ങളെല്ലാവരും നാളെ വരുമ്പോ പിന്നെ ഒരു കോഴിയെ കൊണ്ടുവരണം. എല്ലാവരും കോഴിയെ കൊണ്ടുവന്നു. വന്നപ്പോ ഒരു കത്തി ഉസ്താദ് കൊടുത്തിട്ട് എല്ലാ ശിഷ്യന്മാരോടും പറഞ്ഞു, ആരും കാണാത്തവരെടുത്ത് പോയിട്ട് വേഗം അറുത്തു വരണം. എല്ലാവരും പോവുകയാണ്. എല്ലാവരും ഉസ്താദിനെ, പ്രിയപ്പെട്ട ഷെയ്ഖിനെ അനുസരിച്ച് പെട്ടെന്ന് തന്നെ അറുത്ത കോഴിയുമായിട്ട് കത്തിയുമായിട്ട് വരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ മാത്രം വന്നില്ലെന്ന് ചരിത്രം പറയും. അദ്ദേഹം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും വന്നു. കൊല്ലങ്ങളോളം അള്ളാഹുവിന്റെ ദീൻ പഠിച്ചുകൊണ്ടിരുന്ന ഒരു സമൂഹമാണല്ലോ. എല്ലാവരും മറുത്തുകൊണ്ടുവന്നു. ഒരാളെ മാത്രം കാണുന്നില്ല. തന്റെ പ്രിയപ്പെട്ട ശിഷ്യനെ കണ്ടില്ല. ഒടുവിൽ നോക്കുമ്പോൾ അയാള് ചിന്താമഗ്നനായി കയ്യിൽ കത്തിയും അറുക്കാത്ത കോഴിയുമായിട്ട് വരികയാണ്. ഉസ്താദ് ചോദിച്ചു, എന്തു പറ്റി? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരുപാട് ആലോചിച്ചു, ആരും കാണാത്തവരിടത്ത് പോയിട്ട് ഇറക്കണം എന്നാണല്ലോ പറഞ്ഞത്. ആരും കാണാത്ത ഒരിടം ഈ പ്രപഞ്ചത്തിൽ ഇല്ലല്ലോ. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, റബ്ബിന്റെ നിരീക്ഷണത്തിലാണല്ലോ എല്ലാം ഉള്ളത്. അതുകൊണ്ട് ആരും കാണാത്ത ഒരിടം ഈ പ്രപഞ്ചത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇറക്കാതെ വന്ന്. പരീക്ഷയിൽ ഒരാൾ ജയിച്ചു എന്നർത്ഥം. ഞാൻ സൂചിപ്പിക്കുന്നത്, ഇതൊരുപാട് അറിവ് നേടിയതുകൊണ്ട്, പള്ളി ദർസിൽ പഠിച്ചതുകൊണ്ട്, ഇസ്ലാമിയ കോളേജിൽ പോയതുകൊണ്ട്, ഒരു പിടി വായിച്ചതുകൊണ്ട്, ഒരുപാട് പുസ്തകങ്ങൾ വായിച്ച് തള്ളിയതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു സംഗതിയല്ല. അല്ലാമ അലിശരിയത്ത് പറയുന്നുണ്ട്, കവിത എഴുതുന്ന കവിയും കവിതയെക്കുറിച്ച് പഠിപ്പിക്കുന്ന പ്രൊഫസറും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇയാളുടെ ഹൃദയത്തിൽ ഒരുപാട് മനഃപ്പാഠമാക്കിയ കവിതകളുണ്ട്. കവിതയെക്കുറിച്ച് അയാൾ പ്രസംഗിക്കുന്നത് കേട്ടാൽ ആരും ഇരുന്നു പോകും. അങ്ങനെ ഒരു പ്രൊഫസർക്ക് കഴിയും, പക്ഷെ അദ്ദേഹത്തിന് ഒരു കവിത എഴുതാൻ കഴിയുകയില്ല. കവിത എഴുതുന്ന മനസ്സും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് പഠിക്കുന്ന ഒരുപാട് പണ്ഡിതന്മാർ അലമാരക്ക് കിതാബ് കൊണ്ട് ഗുണമില്ലെന്ന് പറയുന്നത് പോലെ ഒരുപാട് അറിവുകളും വിവരങ്ങളും അടുക്കി വെച്ച മനസ്സൊരു പക്ഷേ അതിൽ ജീവിച്ചു കൊള്ളണം എന്നില്ല. അറിവ് നേടിയത് കൊണ്ട് മാത്രം ഈ ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ എന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിക്കൊള്ളണം എന്നില്ല. ഒരുപക്ഷെ അറിവില്ലാത്ത ഒരു സാധാരണക്കാരൻ, വിദ്യാഭ്യാസമില്ലാത്തവൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു കുട്ടിക്ക് ഒരുപക്ഷെ ഇതുണ്ടാകാനും വഴിയുണ്ട്. അതുകൊണ്ടാണല്ലോ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പരീക്ഷിച്ച ആ ബാലൻ അങ്ങനെ പ്രതികരിച്ചത്. മലയിറങ്ങി വരുന്ന ഒരു ഇടയ ചെറുക്കൻ, അദ്ദേഹം ചോദിച്ചു, നമ്മളൊക്കെ കേട്ടിട്ടുള്ള കഥയാണ്, ഇടയ ബാലനോട് ചോദിച്ചു, നിന്റെ ആടുകളിലൊന്ന് എനിക്ക് തരുമോ? അപ്പൊ കുട്ടി പറഞ്ഞു, തരില്ല, കാരണം ഇതെന്റേതല്ല, യജമാനന്റേതാണ്. അല്ല, യജമാനനോട് നീ ഒരു കള്ളം പറയുക, ഒന്നിനെ ചെന്നായി പിടിച്ചു എന്ന്. അപ്പോൾ ആ കുട്ടി ചോദിക്കും, ശരി അങ്ങനെ പറയാം, പക്ഷേ ഫൈന അല്ലാ, അപ്പൊ പിന്നെ അല്ല എവിടെയാണ് എന്ന് ചോദിച്ചു. ഇതൊരു കൊച്ചുകുട്ടിക്കുണ്ട്, യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസമില്ലാത്ത, ജാമ്യകളിൽ പോകാത്ത, ഇസ്ലാമികമായിട്ട് ഒരുപാടൊന്നും പഠിക്കാത്ത ഒരിടയ ചെറുക്കൻ ഉണ്ടാകാം ഈ മഹത്തായ തൗഫീഖ്. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ,
ഞാൻ എവിടെ ഇടപെടുമ്പോഴും എവിടെ പെരുമാറുമ്പോഴും ഏത് സ്വകാര്യതയുടെ ഇടത്തിലും റബ്ബ് സുബ്ഹാനഹു വ തആലയുണ്ട്. ഈ ബോധം കുടുംബത്തിൽ എല്ലാവരും ഉൾക്കൊള്ളുക എന്നതാണ് കുടുംബത്തെ ഇസ്ലാമീകരിക്കാനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ ആരും ആരെയും വഞ്ചിക്കുകയില്ല. കുടുംബത്തിൽ എല്ലാവർക്കും എല്ലാവരെയും വിശ്വസിക്കാൻ കഴിയും. ഇപ്പോൾ മകൾക്ക് പോലും വാപ്പയെ വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണല്ലോ. കുടുംബത്തിൽ താമസിക്കുന്ന ഒരാൾക്കും മറ്റൊരാളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം ആർക്കും ഇത്തരത്തിലുള്ള ഒരു ബോധ്യം, ഒരു അവബോധത്തിന്റെ അടിത്തറയിലല്ല ആ കുടുംബം രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്. മഹാനായ യൂസുഫ് അലൈഹിസ്സലാം നമുക്കറിയാമല്ലോ, എല്ലാ സാഹചര്യങ്ങളും ഒത്തിണങ്ങുകയാണ്. അദ്ദേഹത്തെ കുടുംബത്തിൽ വിശ്വസ്തയോടുകൂടി പാർപ്പിച്ച് യജമാനൻ സ്ഥലത്തില്ല. സുന്ദരിയായ ഭാര്യ അദ്ദേഹത്തെ അനാശാസ്യത്തിന് പ്രേരിപ്പിക്കുകയാണ്. വഗല്ലഖത്തിൽ അബ്വാബ് വഖാലത്ത് ഹൈതലക്, എല്ലാ വാതിലുകളും ജനലുകളും കൊട്ടിയടിച്ച് വരൂ യുവാവേ ഹൈതലക് എന്ന് പറഞ്ഞു വിളിക്കുന്നു. യൂസുഫ് അലൈഹിസ്സലാം അല്ലാഹുവിൽ ശരണം എന്ന് പറഞ്ഞുകൊണ്ട് ഓടുകയാണ്. കാരണം റഖീബായിട്ട് അല്ലാഹു ഉണ്ട്, യജമാനൻ കണ്ടില്ലെങ്കിലും എന്ന ബോധ്യം. ഈ അവബോധത്തിൽ വേണം യഥാർത്ഥത്തിൽ നമ്മുടെ കുടുംബങ്ങളെ രൂപീകരിക്കാൻ എന്നാണ് പറഞ്ഞു വന്നതിന്റെ ചുരുക്കം. റബ്ബിന്റെ വിധി ഇന്നതാണ്, റസൂൽ ഇങ്ങനെയാണ് വിശദീകരിച്ചത് എന്നറിഞ്ഞാൽ പിന്നെ തർക്കിക്കാതിരിക്കാനുള്ള ഒരു വിവേകം മുസ്ലിം ഉമ്മത്ത് ആർജിച്ചെടുക്കേണ്ടതുണ്ട്. സഹാബത്തൊക്കെ പറഞ്ഞതുപോലെ ഇതുവരെ ഇങ്ങനെയായിരുന്നു, പക്ഷേ ഇതാണല്ലോ റസൂലിന്റെ അഭിപ്രായം. സംഅൻ ലിറബ്ബി വതഅ, സംഅൻ ലിറബ്ബി വതഅ, എന്റെ രക്ഷിതാവിന്റെ വാക്ക് ഞാനിതാ കേട്ടു, ഞാനിതാ അനുസരിച്ചു എന്ന് പ്രതികരിക്കുന്ന സഹാബത്തിനെ പോലെ അവിടെ കൊണ്ട് തർക്കങ്ങൾ അവസാനിപ്പിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞു വന്നതിന്റെ ചുരുക്കം. അവസാനം ഈ ബോധ്യമുള്ള ഒരു ഫാമിലിയും ഈ ബോധ്യമില്ലാത്ത ഒരു ഫാമിലിയും ഇത് സമാന്തര രേഖകളായി മുന്നോട്ടു പോകും. അവസാനം പരലോകത്ത് മഹ്ശറിൽ കോടാനുകോടി ജനങ്ങളുടെ മുമ്പിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഈ രണ്ട് കുടുംബങ്ങളും വേർതിരിയാൻ പോവുകയാണ്. അങ്ങനെ ഒരു ചിത്രം വിശുദ്ധ ഖുർആൻ 84-ാം അധ്യായം സൂറത്തുൽ ഇൻഷിഖാഖ് 7 മുതലുള്ള വചനങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അല്ലാഹ് പറയുകയാണ്, ഫഅമ്മാ മൻ നൂതിയ കിതാബഹു ബിയമീനിഹി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ. ഈ ഫാമിലികൾ അന്ന് വേർതിരിക്കപ്പെടുന്നത് രണ്ടു കൂട്ടർക്കും രണ്ട് കയ്യിലാണ് കിതാബ് കിട്ടുക. വലത് കയ്യിൽ കർമ്മപുസ്തകം ലഭിച്ചവൻ ഫഅമ്മാ മൻ നൂതിയ കിതാബഹു ബിയമീനിഹി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ, അവന് ലഘുവായ ഹ്രസ്വമായ പ്രയാസമില്ലാത്ത ഒരു വിചാരണയായിരിക്കും റബ്ബ് സുബ്ഹാനഹു വ തആല നടത്തുക. ആയിഷ ബീവി ഒരിക്കൽ ചോദിച്ചു റസൂലിനോട്, അവർക്കിങ്ങനെ ലഘുവായ ചോദ്യമുണ്ടാകും. റസൂലുള്ളാഹി പറഞ്ഞു, ആരെങ്കിലും ഹിസാബ് ചെയ്യപ്പെട്ടാൽ അവൻ തൊലഞ്ഞു എന്ന്. അപ്പോഴാണ് ആയിഷ ചോദിക്കുന്നത്, അള്ളാഹുവിന്റെ റസൂലെ, സത്യവിശ്വാസികൾക്ക് ലഘുവായ വിചാരണയാണെന്ന് പറയുന്നുണ്ടല്ലോ. പ്രവാചകൻ പറഞ്ഞു കൊടുത്തു, ആയിഷ, ആ ലഘുവായ വിചാരണ എന്ന് പറഞ്ഞാൽ ഒരു സത്യവിശ്വാസിയുടെ കർമ്മപുസ്തകത്തിൽ അവന് നന്മകളായിരിക്കുമല്ലോ കൂടുതൽ, ആ നന്മയെ പരിഗണിച്ചുകൊണ്ട് പടച്ചവൻ അവന്റെ തിന്മകൾ വിട്ടുകൊടുക്കും. പക്ഷെ അവന്റെ തിന്മകൾ റബ്ബ് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നവനെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. അതഅരിഫു ദംബകദ, അതഅരിഫു ദംബകദ, ഈ പാപം അന്ന് നീ ആരും കാണാതെ ഭാര്യ പോലും അറിയാതെ ചെയ്ത ആ സംഭവമുണ്ടല്ലോ, അത് നാം കണ്ടിരിക്കുന്നു. അതഅരിഫു ദംബക, ഓർമ്മയുണ്ടോ ഈ പാപം എന്ന് പടച്ചവൻ ലഘുവായിട്ട് ചോദിച്ചിട്ട് അങ്ങോട്ട് വിട്ടുകൊടുക്കും. ലഘുവായ വിചാരണയായിരിക്കും അവന്. ഫഅമ്മാ മൻ നൂതിയ കിതാബഹു ബിയമീനിഹി ഫസൗഫ യുഹാസ്. അതല്ല, ഓരോ കാര്യത്തെക്കുറിച്ചും കർശനമായിട്ട് റബ്ബ് ചോദിക്കാൻ നിന്നാൽ ആ ചോദിക്കപ്പെട്ടവൻ തുലഞ്ഞു തന്നെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്നാൽ മറ്റേ വിഭാഗത്തിന് ഇടത് കൈയിലാണ് ഗ്രന്ഥം നൽകപ്പെടുന്നത്. വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറ, വലത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെട്ടവൻ സന്തോഷത്തോടുകൂടി. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഇവിടെയുള്ള ഈ ഭൗതിക ഈ ഭൂമിയിൽ ഒരു സ്വർഗമായി തീരുന്ന ഈ കുടുംബം അവസാനം പരലോകത്തെ സ്വർഗത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിന്റെ നിലയിലാണ് ഇവിടെ കഴിയുന്നത്. അവസാനം വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറ, ആനന്ദത്തോടെ സന്തോഷത്തോടെ ആ കുടുംബം സ്വർഗത്തിലേക്ക് പോവുകയാണ്. വഅമ്മാ മൻ നൂതിയ കിതാബഹു വറാഅ ലഹ്രിഹി, ഇടത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെടുമ്പോൾ അത് വാങ്ങിക്കാതിരിക്കും ഈ ആളുകൾ. കാരണം അവരുടെ ഭാഗതയം അവർക്കറിയാമല്ലോ. ദുനിയാവിൽ പടച്ചവനെ മറന്ന് ജീവിച്ചവൻ അറിയാം താൻ എങ്ങോട്ടാണ് പോകുന്നത് എന്ന്. അവിടെ കോടിക്കണക്കായ മനുഷ്യരുടെ മുമ്പിൽ വെച്ച് ഈ കർമ്മപുസ്തകം, ജീവിത പുസ്തകം നൽകപ്പെടുമ്പോൾ അവൻ കൈവലിക്കും. ഇടത് കൈയിൽ ഗ്രന്ഥം വാങ്ങാൻ, അപമാനിതനായിട്ട് വാങ്ങാൻ അവൻ തയ്യാറാവുകയില്ല. അപ്പൊ റബ്ബ് പറയുകയാണ് വറാഅ ലഹ്രിഹി, അങ്ങനെ അവൻ പുറകിലേക്ക് കൈകെട്ടുമ്പോൾ ആ പുറകിലൂടെ അള്ളാഹു അവന്റെ ഗ്രന്ഥം അവന് നൽകും. അവൻ വറാഅ ലഹ്രിഹി ഫസൗഫ യദഉ സുബൂറ, എന്റെ മരണമേ, എന്റെ നാശമേ, എന്റെ നിർഭാഗ്യമേ എന്ന് വിളിച്ചവൻ അവിടെ നിലവിളിക്കും എന്ന് പറയുകയാണ്.
വയസ്ലാ സഈറ, അങ്ങനെ കത്തിയാളുന്ന നരകത്തിലേക്ക് അവൻ കിടന്നെരിയാൻ പോവുകയാണ്. ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറ, കുടുംബ ജീവിതത്തിൽ അവൻ അങ്ങേയറ്റം ആഹ്ലാദത്തോടും സന്തോഷത്തോടും ആനന്ദത്തോടും കൂടി പടച്ചവന്റെ എല്ലാം മറന്നുകൊണ്ട്, മൂല്യങ്ങളെ തിരസ്കരിച്ച്, പ്രവാചകന്റെ സുഭാഷിതങ്ങളെ അവഗണിച്ച് ഇഷ്ടം പോലെ കഴിഞ്ഞുകൂടുകയായിരുന്നു. ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറ, അവൻ തന്റെ കുടുംബത്തിൽ തോന്നിയാസിയായി ജീവിച്ചു, ഭൗതിക പ്രമത്തനായി ജീവിച്ചു, സുഖലോലുപനായി ജീവിച്ചവനാണ്. ഇന്നഹു ലന്ന അല്ലൻ യഹൂർ, അവിടേക്ക് എത്തൂല എന്നാണ് അവൻ പലപ്പോഴും വിചാരിച്ചിരുന്നത്. ബലാ ഇന്ന റബ്ബഹു കാന ബിഹി ബസീറ, എന്നാൽ മനസ്സിലാക്കണം, തീർച്ചയായും നിന്റെ നാഥൻ എല്ലാം നീ ചെയ്തുകൊണ്ടിരുന്നതൊക്കെ, കുടുംബത്തിൽ ചെയ്തുകൊണ്ടിരുന്നതൊക്കെ, ഹലാലും ഹറാമും നോക്കാതെ ഭാര്യയെയും മക്കളെയും തീറ്റാൻ നീ ശ്രമിച്ചത്, ഓടി നടന്നത്, ഒരു ഭൗതിക പ്രമത്തനേക്കാൾ, ഭൗതികവാദിയേക്കാൾ വലിയ ഭൗതികവാദിയായി കൊട്ടാരങ്ങൾ നിർമ്മിച്ചത്, അവിടെ സുഖലോലുപമായി ജീവിച്ചത്, എല്ലാ മൂല്യങ്ങളും വലിച്ചെറിഞ്ഞത്, എല്ലാ മര്യാദകളും ലംഘിച്ചത്, മരണത്തെക്കുറിച്ച് മറന്നു കളഞ്ഞത്, പരലോകത്തെക്കുറിച്ച് ചിന്തിക്കാതിരുന്നത്, ഇതെല്ലാം യഥാർത്ഥത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഇന്നഹു കാന ബിഹി ബസീറ, അവൻ കണ്ണു തുറന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് നീ മനസ്സിലാക്കണമെന്ന് സൂറത്തുൽ ഇൻഷിഖാഖിൽ ഈ രണ്ട് ഫാമിലികളുടെ രണ്ട് ചിത്രം അള്ളാഹു അവതരിപ്പിക്കുകയാണ്. പരലോകത്തെ രണ്ട് ഭാഗത്തേക്ക് തിരിഞ്ഞു പോകുന്ന കുടുംബങ്ങളെ സംബന്ധിച്ച് എന്തൊക്കെയാണോ റബ്ബ് സുബ്ഹാനഹു വ തആല കുടുംബങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത്, ഒരുപക്ഷേ നടപ്പിലാക്കാൻ ഒരൽപ്പം പ്രയാസമുള്ളതായിട്ട് തോന്നാമെങ്കിൽ പോലും അതാണ് നമ്മുടെ ഖൈർ എന്ന് ചിന്തിച്ചുകൊണ്ട് ആ മാർഗത്തിലേക്ക് തിരിഞ്ഞു നടക്കാൻ മുസ്ലിം ഉമ്മത്തിന് സാധിക്കേണ്ടതുണ്ട്. ഈ പരലോകം, ദൈവബോധം എന്നൊക്കെ പറയുന്നത് ഓരോ നിമിഷത്തിലും ഒന്നാമതായിട്ട് പറയുന്ന, എന്നോട് തന്നെയാണ് ഞാൻ പറയുന്നത്, നമുക്ക് ഒന്നാമതായി നമ്മളോട് ഉപദേശിക്കാനും ഉത്ബോധിപ്പിക്കാനും സ്വയം കഴിയേണ്ടതുണ്ട്. അബൂദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഇന്ന ദാരനാ ഹുനാക എന്ന് പറഞ്ഞല്ലോ അതിഥികളോട്, വീട്ടിൽ വേണ്ടത്ര ഉപകരണങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഇന്ന ദാരനാ ഹുനാക, ഞങ്ങളുടെ വീട് ഇവിടെയല്ലല്ലോ, ഞങ്ങളുടെ വീട് കുറച്ച് ദൂരത്താണ്, അവിടെ എന്നതുകൊണ്ട് അദ്ദേഹം പരലോകമാണ് ഉദ്ദേശിച്ചത്. തിൽക ദാറുൽ ആഖിറ, ആ പരലോക ഭവനം. അങ്ങോട്ട് പോകുന്നതിനിടയിൽ ഒരു വലിയ മലയുണ്ട്, ആ മല കയറിയിട്ട് വേണം ഞങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ. മല കയറുമ്പോൾ സുഹൃത്തെ, ഭാരങ്ങൾ ഒഴിവാക്കലല്ലേ നല്ലത്? ലെസ് ലഗേജ് മോർ കംഫർട്ട്, യാത്ര സുഖകരമാകാൻ ചരക്കുകൾ കുറക്കുക. അതുകൊണ്ട് ജീവിതത്തിൽ ഞങ്ങൾ കുറെ ഭൗതിക ഉപകരണങ്ങളൊക്കെ ചുരുക്കിക്കൊണ്ട് മറ്റേ ഐശ്വര്യത്തിലാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് എന്ന് മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു. റസൂലുള്ളാഹി ഉപദേശിച്ചു, ഈ ഉമ്മത്തിനെ നിങ്ങൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം, ഒരിക്കലും ഈ ഭൗതിക ഉപകരണങ്ങളുടെ കൂമ്പാരത്തിലല്ല ധന്യത, ഐശ്വര്യം എന്ന് പറയുന്നത്. ലൈസൽ ഗിനാ ഫീ കസറത്തിൽ അർള് ഇന്നൽ ഗിനാ വലാകിന്നൽ ഗിനാ ഗിനൻ നഫ്സ്. റസൂലുള്ളാഹി പഠിപ്പിക്കുന്ന പുതിയ നിർവചനം, ഭൗതിക ഉപകരണങ്ങളുടെ ആധിക്യത്തിലല്ല ഐശ്വര്യം എന്ന് പറയുന്നത്. ഇന്നൽ ഗിനാ ഗിനൻ നഫ്സ്, മനസ്സിന്റെ ധന്യതയിലാണ് യഥാർത്ഥത്തിൽ ഐശ്വര്യമുള്ളത്. ആ ഐശ്വര്യത്തെ മുമ്പിൽ കാണുവാൻ, അതിന് മുൻഗണന നൽകുവാൻ മുസ്ലിം ഉമ്മത്തിന് സാധിക്കേണ്ടതുണ്ട്. കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല ആ മനസ്സിലാക്കുന്ന ശരികളെ ജീവിതത്തിന്റെ പ്രകാശമാക്കി മാറ്റാൻ പ്രത്യേകം റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.